അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മളിപ്പോൾ ഐസോള ഡി കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിൽ എത്തിപ്പോയി. അപ്പോൾ ഈ ഐസോള ഡി കൊക്കോ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ് അല്ലേ. അതിന് മുമ്പ് ഈ പാലം കണ്ടോ, ഇത് നമ്മൾ നേരത്തെ ബോട്ടിങ്ങിന് പോയപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസോള ഡി കൊക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ നെയിമാണ്. അതായത് ഐലൻഡ് ഓഫ് കോക്കനട്ട് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഏകദേശം 16 ഏക്കർ ലാൻഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നടന്ന് കാണാൻ ഒരുപാടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പച്ചപ്പിനെയും പ്രകൃതിയെയും കടലിനെയൊക്കെ ഒരേപോലെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമായിരിക്കും ഈ ഐസോള ഡി കൊക്കോ. ഇപ്പോൾ ഈ കാണുന്നതല്ലേ, ഇത് റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ തന്നെ, അതായത് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയയിലുള്ള ഒരു വലിയ പോണ്ടാണ്. ഇതിൻ്റെ അടുത്ത സൈഡിൽ കൂടെ നമ്മൾ നേരത്തെ ബോട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മിക്കൂസ് വേൾഡ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നാട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ലീവെല്ലാം പാട്ടായിട്ട് ചാർട്ട് ചെയ്തിട്ടാവും. കുറച്ച് നമ്മുടെ റിലേറ്റീവ്സിന് വേണ്ടി എല്ലാവരെയും കാണാൻ പോകാനായിട്ട്. പിന്നെ നമ്മൾ 1-2 ദിവസം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഈ വട്ടം റിലേറ്റീവ്സിനെ ഒന്നും കാണാൻ അധികം നമ്മൾ പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കൊറോണയൊക്കെ ആയതുകൊണ്ട് ട്രാവൽ ചെയ്തിട്ടൊക്കെ വന്ന ആ ഒരു ഇതൊക്കെ കാരണം നമ്മൾ അങ്ങനെ അധികം പോയില്ല. പക്ഷേ നമ്മൾ 2 ദിവസം സാധാരണ പോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തോട്ട് വരാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാവരും ഒന്നുമില്ല, എന്നാലും 2 ഫാമിലി ഉണ്ട്. അപ്പം മനോജും ഫാമിലിയും, മനോജ് ഷെർലിയും മോനുണ്ട്. പിന്നെ അല്ലമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ദീപിൻ്റെ ഒരു ഫ്രണ്ടും വൈഫ് ഷഹന എന്ന് പറഞ്ഞിട്ടുള്ള അവരുമാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ രാവിലെ ഇറങ്ങി ഇവിടെ ഇപ്പോൾ ഐസോള ഡി കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ദീപു ഉണ്ട് കേട്ടോ, ബിഹൈൻഡ് ദ സ്ക്രീൻ ദീപുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോവാം. ഇതുവരെ റിസപ്ഷൻ ഏരിയ ആണ്. ഇത് നോക്കുമ്പോൾ മനസ്സിലാവും പഴയ ടൈപ്പ് നമ്മുടെ കേരള 4 കെട്ട് 8 കെട്ട് വീടൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പിൽ ഹെറിറ്റേജ് ആ ഒരു സ്ട്രക്ചറിലാണ് ഇവരുടെ ബിൽഡിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇവരുടെ പൂൾ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ബോട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യൂ, ഇതിൻ്റെ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ഒരു വ്യൂ എങ്ങനെയാണെന്ന്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ബോട്ടിങ്ങിന് ക്രോസ് ചെയ്ത് പോയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറം വന്നിട്ട് സീ ആണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കുമ്പോൾ, നല്ല കാറ്റാണ്. പിന്നെ പുറത്തെവിടെയോ പോയൊരു ഫീലാണ്. ഇതിപ്പം ട്രിവാൻഡ്രത്തിനുള്ളിൽ ഇങ്ങനെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ഇൻ കഴിഞ്ഞു. ഇനി വെൽക്കം ഡ്രിങ്ക് ആണ്, അതിനുശേഷം ലഞ്ച് അങ്ങനെ പോകും. അപ്പോൾ എന്താണ്, എല്ലാവരും ഉണ്ട്. മനോജുണ്ട്. റിസോർട്ട് അത്ര ഓവർ ക്രൗഡഡ് ഒന്നുമല്ല, വളരെ നന്നായിട്ടുണ്ട്. ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഇത്രയും പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ ഏരിയയൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ ഇങ്ങോട്ട് അങ്ങനെ അധികം വന്നിട്ടില്ല. ഈ റോഡിൽ കൂടെ ഒക്കെ പോകുന്നതാണെങ്കിൽ പോലും നമ്മൾ ഇത്രയും വലിയ ഏക്കറിൽ ഇത്രയും നല്ല സൗകര്യമായിട്ടൊരു റിസോർട്ട് ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രിവാൻഡ്രം ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത്ര ഓവർ ക്രൗഡഡ് ഒന്നുമല്ല, അങ്ങനെ വലിയ കഴുത്തറപ്പൻ ബില്ലും ഒന്നുമല്ല. അപ്പോൾ നമുക്കിനി എന്താ, അപ്പോൾ നമുക്കിനി ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് നമുക്ക് പതുക്കെ ലഞ്ചിലോട്ട് പോവാം. ലഞ്ചും ബഫയാണ്. സ്പ്രെഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, നോക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടെങ്കിലും വേണ്ടിയില്ല, കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അല്ലേ, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം വെയിലായതുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഇതുവരെ പൂള്, അതിനുശേഷം ഒരു ആറ്, അതിനുശേഷം കടലാണ്. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ.
അപ്പോൾ ഒരു വൈകുന്നേര സമയമാകുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചു തന്നിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ കേട്ടോ. അപ്പം അവരൊക്കെ അകത്തോട്ട് പോയി ഞങ്ങളും കയറട്ടെ. അപ്പോൾ വരൂ, നമുക്ക് സ്പ്രെഡ് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ആദ്യം തന്നെ 2 വെറൈറ്റി സൂപ്പുണ്ട്. സ്വീറ്റ് കോണും ഉണ്ട്, പിന്നെ ഒരു വെജും നോൺ വെജും, ചിക്കൻ മാൻചോ. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ടൈപ്പ് റൈസ് ഉണ്ട്. അതെ, ഷെസ്വാൻ വെജ് ഫ്രൈഡ് റൈസും പിന്നെ പ്ലെയിൻ റൈസും ആണ്. അതോടൊപ്പം ഇവിടെ കേരള പൊറോട്ട, ചപ്പാത്തി, പിന്നെ അതിനോടൊപ്പം ഇതെന്താ ഇത്, പനീർ ഡോപ്പിയാസ, മധുരമുള്ള കറിയാണ്. അതുപോലെ വെജ് കൊലാപ്പൂരി, പിന്നെ ഹെന്നാൻ കോളിഫ്ലവർ. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാലുണ്ട്, ഇതെന്താണ്, സാമ്പാറുണ്ട്. അടുത്ത് രസമുണ്ട്, ക്യാബേജ് തോരനുണ്ട്, ക്യാബേജ് ക്യാരറ്റ് മിക്സ് ആണെന്ന് തോന്നുന്നു. കുറേ വെജ്. പിന്നെ ഇത് കുറച്ച് സാലഡ് വെറൈറ്റീസാണ്. ഇത് സ്വീറ്റ് കോണിൻ്റെ, പിന്നെ പപ്പടം, കേട്, പിക്കിൾ. ഇനി നോക്കുകയാണെങ്കിൽ ചില്ലി ചിക്കൻ ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്. അതെ, അടിപൊളി. നല്ല കുടംപുളിയൊക്കെ ഇട്ട നല്ല നാടൻ മീൻകറിയാണ്. അതുപോലെ ഡെസേർട്ട്സ് എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ഡെസേർട്ട് സെക്ഷനായിട്ടൊന്നും ഇല്ല, ഈ കാണുന്നതൊക്കെ ഉള്ളൂ. പുഡിംഗ്, കേക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു പീസ് ക്യാരറ്റ് കഴിച്ച് കാണിച്ചോളൂ. കുറച്ച് ജ്യൂസും കൂടി. ജ്യൂസ് വേണ്ടേ? അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഫുഡായിരുന്നു. ഒരുപാട് സ്പ്രെഡൊന്നും ഇല്ലായിരുന്നു. കുറച്ചുകൂടെ സീ ഫുഡ്സൊക്കെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് തോന്നി. പക്ഷേ ഡീസൻറ്റ് ഫുഡ് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ചില്ല് ചെയ്തിട്ട് ഇനി റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കറയും കാണാം. ഈ കാണുന്ന അവരുടെ ഡ്രീം ഹൗസാണ് കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ റൂമിൻ്റെ ഒരു ചെറിയ റൂം ടൂറാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്ന് താമസിക്കാനോ ഇല്ലേ കൂടുതൽ അറിയാനോ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കോട്ടേജാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു ക്വീൻ സൈസ് ബെഡ് ഉണ്ട്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമാണ്, AC ആണ്. പിന്നെ ഇത് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉണ്ട്. TV, AC, പിന്നെന്താണ് ഡ്രസ്സിങ് ടേബിളുകൾ, ഒരു മിനി ബാറല്ല, ജസ്റ്റ് കെറ്റിലും കാര്യങ്ങളുണ്ട്. പിന്നെ കബോർഡ്സ്, ഉള്ളിൽ ലോക്ക്, സാധാരണ എല്ലാ അടുത്തുള്ള പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ. വുഡിൻ്റെ എലമെൻ്റാണ് കൂടുതലായിട്ട്. എന്താ നോക്കുകയാണെങ്കിൽ റൂഫിംഗ് ഒക്കെ, അതായത് സീലിംഗ് എല്ലാം വുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, വുഡൻ സീലിംഗ് ഒക്കെ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബാത്റൂമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ റൂമിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു കോട്ടേജിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവരെ ആയുർതീരം, അതായത് ആയുർവേദത്തിന് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. അതൊന്ന് പോയി കാണാം. ജസ്റ്റ് മസാജ് സെൻറ്ററും കാര്യങ്ങളൊക്കെയാണ്.
ഇവിടെ അതുപോലെ തന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിഷിംഗ്, സൈക്ലിംഗ്, വോളിബോൾ അങ്ങനെയൊക്കെ. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഈ ആയുർവേദ അതിനു വേണ്ടി മാത്രം വരുന്നവർക്ക് കൊടുക്കുന്ന കോട്ടേജുകളും റൂംസും, പിന്നെ അവർക്ക് ഒരു സെപ്പറേറ്റ് പൂളുണ്ട്. അതാണ് അവിടെ നമ്മൾ കണ്ടത്. അങ്ങനെ ഏകദേശം നമ്മളൊന്ന് കറങ്ങി ചുറ്റി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി പൂളിൽ ഇറങ്ങുന്ന ടൈമാണ്. ഹലോ ഹലോ. എല്ലാവരും തകർത്ത് നീണ്ടുകയാണ്, പക്ഷെ മുന്നോട്ട് മാത്രം പോകുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതാ തിരിച്ച് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും ഒന്ന് ഫ്രഷായി ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇനി അടുത്തെന്താ പരിപാടി? അടുത്തിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത് ഡിന്നർ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ഇവിടെ നിന്നാണ് കഴിച്ചത്. അപ്പം നൈറ്റിൽ ഇവിടെ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണ് വിഴിഞ്ഞം. അപ്പോൾ അവിടെ സീ ഫുഡിൻ്റെ ഒരു കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രത്തുള്ളവർക്കെങ്കിലും അറിയാമായിരിക്കും, ഉസ്താദ് ഹോട്ടൽ അല്ലേ? ഹോട്ടൽ. അപ്പോൾ നമ്മൾ ഡിന്നർ അവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. അവിടെയുമ്പം ഒരുപാട് ടൈപ്പ് സീ ഫുഡ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ റെഡിയായിട്ട് നിൽക്കുകയാണ്. സത്യത്തിൽ വിശപ്പായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് ആടിപ്പാടിയൊക്കെ നടന്നിട്ട് നമ്മൾ ഡിന്നറിന് അങ്ങോട്ട് പോകും. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി ഉസ്താദ് ഹോട്ടലിൽ കാണാം. അതെ. ഇഷ്ടമായോ ഹേനോ? പൂൾ ഇഷ്ടമായോ? സൂപ്പർ. ഷെർലി എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ഓക്കെ. അപ്പോൾ ഡിന്നർ ഇവിടെ നിന്ന് തന്നെ മതിയാ? തായ്ലാൻഡ്. ഞങ്ങൾ ഓൾറെഡി ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ കൂടെ വന്നവർക്ക് എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് ചോദിച്ചേക്കാം അല്ലേ? എന്തോ സീരിയസ് ഡിസ്കഷൻ നടക്കുവാണേ. ഇപ്പം ശരിയാക്കി തരാം. അവിടെ ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ എല്ലാ വട്ടവും ഇവരോട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ടേ പോകാറുള്ളൂ. പക്ഷേ ഇപ്പോൾ കൊറോണ ആയിട്ട് കുറേ ആയില്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. അറൗണ്ട് 1 ഇയർ കൂടുതലായി ഞങ്ങൾ കറങ്ങിയിട്ട്. അതെ. ലാസ്റ്റ് നമ്മൾ എവിടെയായിരുന്നു പോയത്? നമ്മൾ ലാസ്റ്റ് പോയത് പൊന്മുടി. അതും ഇതുപോലെ നമ്മളൊരു വൈകിട്ട് പോയിട്ട്, ഇന്ന് രാവിലെ വന്നെങ്കിൽ അന്ന് വൈകിട്ട് പോയി അവിടെ പൊന്മുടി
ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് റിസോർട്ടാണ് നമ്മൾ പോയത്. അതെ അതെ, കാടിനുള്ളിലായിരുന്നു അല്ലേ? ഒരു ഫോറസ്റ്റ് ബംഗ്ലോ ആയിരുന്നു. അതെ അതെ, അടിപൊളിയായിരുന്നു. നമ്മൾ നൈറ്റ് ഒക്കെ അവിടെ. അതെ, അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലിയായിട്ട് നമുക്ക് വരികയാണെങ്കിൽ എൻജോയ് ചെയ്ത് ഫുൾ ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റിയ ഒരു ആംബിയൻസ്. നമ്മൾ ആക്ച്വലി കിഡ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ആണ് ഇവിടെ കൂടുതലും. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ നൈറ്റിൽ ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേ കംപ്ലീറ്റ് ആകും. എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രോപ്പർട്ടിയുടെ റിവ്യൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ട്രിവാൻഡ്രംകാർക്ക് എന്തായാലും പെട്ടെന്ന് വന്ന് പോകാനായിട്ട് പറ്റിയ ഒരു സൗകര്യത്തിന് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരം നിന്ന് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് ബീച്ചുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ബോട്ടിംഗ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ദീപും മനോജും ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ ഇവിടെ വന്നിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അതെ, ഇവർ ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഇവർ ഇവിടെ വരുന്നത്. അല്ലമീനും ഇവിടെ ജനിച്ചു വളർന്നതാണ്. നമുക്ക് ഈ ലേക്കും ഈ മാംഗ്രൂവ് ഫോറസ്റ്റും പിന്നെ കനാൽസും സീയും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ബോട്ടിംഗ് ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ പോകാറൊന്നും മാത്രമേ കിട്ടത്തുള്ളൂ. അതെ, ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും എടുത്ത് പറയാനുള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഒത്തിരി ദൂരം പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ അടുത്തുള്ള കാഴ്ചകളൊക്കെ കാണുക, അതിനുശേഷം ദൂരോട്ട് പോവുക. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഒത്തിരി ദൂരം മാറി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറുള്ളൂ വീട്ടിലോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി ദൂരം വീട്ടുകാരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൊരു പേടി വീട്ടുകാർക്കും വേണ്ട, നമുക്കും വേണ്ട. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രം വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യും. ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് പറയുകയാണെങ്കിൽ ഇവിടെ റൂംസ് ആണെങ്കിലും നോർമലി മറ്റു ടൈം പോലെ ഫുൾ ഇവർ ബുക്കിംഗ് എടുക്കത്തില്ല. 60% മാത്രമേ ഇവർ ബുക്കിംഗ് എടുക്കത്തുള്ളൂ. സോ അധികം ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ പൂളിൽ ഇറങ്ങിയാലും ശരി തന്നെ, റെസ്റ്റോറൻറ്റിലാണെങ്കിലും മറ്റ് നമ്മുടെ റിസോർട്ടിലാണെങ്കിലും ഞങ്ങളുടെ റിസോർട്ട് വെച്ചിട്ട് മറ്റ് തൊട്ട് നെക്സ്റ്റ് റിസോർട്ട് empty ആണ്. അങ്ങനെ ഒന്നിട്ടൊന്നിട്ടാണ് ഇവർ ആക്ച്വലി ബുക്കിംഗ് എടുക്കുന്നത്. സോ കോവിഡുമായിട്ട് ഉള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇവർ റിസോർട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ സേഫുമാണ്. നമുക്ക് കിഡ്സിനെയും കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇനി അധികം വലിച്ച് നീട്ടുന്നില്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളിതാ ഉസ്താദ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഇവിടെ നല്ല ആളുകളുണ്ടായിരുന്നു, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിന്ന് തന്നെ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ തന്നെയുള്ള വേറൊരു ഹോട്ടലിൽ പോയി. അപ്പോൾ അവിടെയും അത്യാവശ്യം ക്രൗഡഡ് ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുഡ് വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാൻ ഇവിടെ നടത്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.